സ്വന്തം ഭാഗം 85. ഞാൻ ഒരിക്കലും നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബാലചന്ദ്രപ്രതാപിൻ്റെ മകനായതുകൊണ്ടല്ല, ശക്തിദേവിൻ്റെ കൊച്ചുമകനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നശിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ മുത്തച്ഛന് വേണ്ടി, എന്നെ ഒരുപാട് പ്രതീക്ഷയോടെ എൻ്റെ ഓരോ വളർച്ചയിലും എൻ്റെ കൂടെ നിന്ന അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് എൻ്റെ തോൽവിക്ക് കാരണമായ ഒന്നിനെയും ശ്രീദേവ് ജീവിതത്തിൽ കൂട്ടില്ല. അത് ആരാണെങ്കിലും. അവൻ പറഞ്ഞുകൊണ്ട് നടന്നു പോയതും ഇനി ഒന്നും പറയാനില്ല എന്നതുപോലെ തളർച്ചയോടെ അദ്ദേഹം ഇരുന്നു. തൻ്റെ മകൻ്റെ മുന്നിൽ ഒരുപാട് താൻ തോറ്റുപോയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ശ്രീദേവ് ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ ആദ്യം നോക്കിയത് മുത്തച്ഛൻ്റെ മുഖത്തേക്കാണ്. മുത്തച്ഛൻ്റെ മുഖത്തെ ഭാവം കണ്ടതും മുത്തച്ഛൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്ന് അവന് തോന്നി. പിന്നെ അവൻ നോക്കിയത് ദക്ഷയെയാണ്. അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. അവളുടെ മുഖത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് അവന് തോന്നി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എനിക്കല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മറ്റാരെയും നോക്കാതെ അവിടെ നിന്നും ഇറങ്ങുന്നത് കണ്ട മുത്തശ്ശൻ വിശ്വത്തിനെയും റോയിയെയും ശങ്കറിനെയും നോക്കി. മുത്തശ്ശി ദേഷ്യത്തോടെ ശ്രീദേവിൻ്റെ അമ്മയെ നോക്കി. നിങ്ങൾക്ക് എവിടെയോ പോകണമെന്ന് പറഞ്ഞതല്ലേ, പോയിട്ട് വാ പിള്ളേരെ. മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റു. വിശ്വത്തിൻ്റെ കാറിലേക്ക് കയറുമ്പോൾ എന്നാലും എന്തായിരിക്കും അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? ഏട്ടന് അച്ഛനെ കണ്ടുവന്നിട്ട് മുഖമെല്ലാം ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. എന്തോ കാര്യമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ കനിക പിശാചിനെ വിവാഹം കഴിക്കാൻ അച്ഛനെങ്ങാനും ഏട്ടനെ നിർബന്ധിച്ച് കാണുമോ? ശരണ്യ ദക്ഷയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളുടെ മനസ്സിൽ മുഴുവനും ശ്രീദേവിൻ്റെ മുഖത്തെ ഭാവമായിരുന്നു. അത് സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഭാവം. കാറ് കുറച്ച് മുന്നോട്ട് പോയതും കണ്ടു. പാടത്തിൻ്റെ നടുവിലൂടെയുള്ള റോഡിലായി സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ശ്രീദേവിൻ്റെ കാറ്. അതിന് പുറകിൽ ചെന്ന് കാർ ഒതുക്കി നിർത്തിയതും ദക്ഷ വേഗം തന്നെ ഇറങ്ങി. അവൾ ശ്രീദേവിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തേക്കാണ് അവൾ ചെന്നത്. സീറ്റ് പുറകിലേക്ക് ഇട്ടുകൊണ്ട് ചാരിക്കിടക്കുകയാണ് ശ്രീദേവ്. അവൾ അവനെ നോക്കി. പിന്നെ ആ വണ്ടിയുടെ അടുത്തേക്ക് വരുന്ന വിശ്വത്തിനെയും കൂട്ടരെയും എല്ലാവരെയും നോക്കി. എല്ലാവർക്കും എന്താണ് അച്ഛൻ പറഞ്ഞത് എന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. വിശ്വവും ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വന്ന് അവനെ നോക്കി. പിന്നെ ദക്ഷയെയും. വിളിക്ക് എന്ന് വിശ്വം പറഞ്ഞതും ദക്ഷ, ദേവ് എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ കണ്ണു തുറന്ന് നോക്കിയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ശങ്കറും വിശ്വവും റോയും പരസ്പരം നോക്കി. അവർക്കും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു. എന്തുപറ്റി ശ്രീദേവ്? എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? വിശ്വം ചോദിച്ചതും അതോ, എൻ്റെ അച്ഛൻ എനിക്കായിട്ട് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു. അതുമാത്രമല്ല, പുതിയ ബിസിനസ്സും കണ്ടുപിടിച്ചു തന്നു. ശ്രീദേവ് പറഞ്ഞതും എല്ലാവരും അവനെ തന്നെ നോക്കി. കാറിൻ്റെ ഡോറ് തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി. എന്താ ശ്രീദേവ്, നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയ്, റോയ് പറഞ്ഞു. അത് പിന്നീട് ശ്രീദേവ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിൻ്റെ അച്ഛന് എന്ത് കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അവരാരെങ്കിലും തലക്കടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഈ കൂടോത്രം പോലുള്ളതിലൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർ കൂടോത്രം ചെയ്ത് നിൻ്റെ അച്ഛനെ മയക്കി വെച്ചിരിക്കുകയെന്ന് പറയേണ്ടി വരും, റോയ് പറഞ്ഞു. അല്ല, ദേവിൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെങ്കിലോ? ദക്ഷ ചോദിച്ചതും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ശരിയാ ശ്രീദേവ്, അവർ എന്തെങ്കിലും പറഞ്ഞ് നിൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിൻ്റെ ദാതയും മരിക്കുമെന്ന് പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും ആകാം. വിശ്വം പറഞ്ഞതും നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മഹത്യാ നാടകം നടത്തി ഈ വിവാഹത്തിൽ നിന്നും നീ പിന്മാറണം എന്നൊക്കെ നിൻ്റെ സിനിമയിലുണ്ട്. അതുപോലെയാണെന്നാണോ നീ പറയുന്നത്? ശങ്കർ പറഞ്ഞു. സിനിമയെ നീ പുച്ഛിക്കണ്ടെന്ന് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു, വിശ്വം ശങ്കറിനോട് പറഞ്ഞു. ഇപ്പോൾ അതാണോ നിങ്ങളുടെ പ്രശ്നം? ശരണ്യ ചോദിച്ചു. ഏട്ടാ, ദക്ഷ ചേച്ചി പറഞ്ഞതിൽ ചെറിയൊരു കാര്യമുണ്ട്. അവൾ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. എന്ത് കാര്യം? അത് ഒരു ദിവസം ഞാൻ യാദൃച്ഛികമായി കേട്ടതാണ്. അന്ന് അതെനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു, അവൾ പറഞ്ഞു.
ദേ കൊച്ചേ, നീ എന്തിനു പറയാണെങ്കിൽ മര്യാദയ്ക്ക് പറയും. റോയ് അല്പം ദേഷ്യപ്പെട്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. പറയും മോളെ, എന്താ കാര്യം? വിശ്വം മയത്തിൽ ചോദിച്ചു. അതേട്ടാ, ഒരു ദിവസം അച്ഛൻ കോളേജ് കഴിഞ്ഞ് വന്ന സമയത്ത് എന്തൊക്കെയോ ഫയൽ നോക്കിക്കൊണ്ട് അച്ഛൻ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അശോക് അങ്കിളും പിന്നെ അവരുടെ ആ മുടിയനായ പുത്രനില്ലേ, നാഗേന്ദ്ര സിംഹ, അവർ രണ്ടുപേരും കൂടി അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മുകളിലായിരുന്നു, അതുകൊണ്ട് സംസാരം വ്യക്തമായില്ല. പക്ഷേ അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ആദ്യം അച്ഛൻ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അച്ഛൻ തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നത് പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ പിന്നെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞ കാര്യം അളിയൻ ആലോചിച്ച് തീരുമാനമെടുക്ക്, നിങ്ങളുടെ കുടുംബകാര്യമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവൾ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തായിരിക്കും അങ്കിളിനോട് ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞത്? ശങ്കർ സ്വയം ചോദിച്ചു. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് ഉറപ്പാണ് ശ്രീദേവ്. നമുക്ക് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നിന്റെ പഴയ അച്ഛനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ, വിശ്വം പറഞ്ഞു. ശ്രീദേവ് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി. അവളും അതേ എന്നുള്ള രീതിയിൽ തലയണക്കി. ശ്രീദേവ്, ഇന്നത്തെ ദിവസം ഇനി അതാലോചിച്ച് നീ ടെൻഷനാവണ്ട. നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞില്ലേ. ഇനി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ അച്ഛനാണ്. അതാലോചിച്ച് ഇവിടെ നിന്ന് നിങ്ങളുടെ നല്ലൊരു ദിവസം കളയാൻ നിൽക്കണ്ട. നിങ്ങളെവിടേക്ക് പോകുന്ന പ്ലാൻ ചെയ്തതല്ലേ, പോയിട്ട് വാ. ഇപ്പോൾ മനസ്സ് കലങ്ങി നിൽക്കുകയാണ് നിന്റെ. ഈ സമയത്ത് നീ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിരിക്കും. അതുകൊണ്ട് നിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിക്കാം. എന്തായാലും കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടല്ലോ, നിന്റെ അച്ഛനും. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ അറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, റോയ് പറഞ്ഞു. അതെ ശ്രീദേവ്, നീ ഇന്ന് മുഴുവനും ഇവളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞതല്ലേ. ചെല്, നിങ്ങളുടെ നല്ല ദിവസങ്ങളും നല്ല നിമിഷങ്ങളും കളയണ്ട. ഇതൊക്കെ ഇങ്ങനെ നടക്കും. ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരിക്കുന്നു. പിന്നെയാണോ ഈ ഒരു കാര്യം? നിന്റെ അച്ഛന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും, പോരെ? വിശ്വവും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവിൻ്റെ മുഖത്തെ ഇത്രയും നേരം മുറുകിയിരുന്ന ആ ഭാവം മാറുന്നത് ദക്ഷ കണ്ടു. അവളിൽ അതൊരു ആശ്വാസം നിറച്ചു. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ, ഇവളുമാരെയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഇവളുമാരെ നോക്കുന്നതിന് സ്പെഷ്യൽ ചിലവ് ഞങ്ങൾക്ക് തരണം നീ, വിശ്വം പറഞ്ഞതും. എടോ, അത്ര കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. ഞങ്ങൾക്കറിയാൻ പോകാൻ. ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം, അല്ലെങ്കിൽ ബസ്സിൽ കയറി പൊക്കോളാം. ഇപ്പോഴത്തെ ബസ്സിലൊക്കെ ഡ്രൈവർമാരൊക്കെ സൂപ്പറാ. ഡ്രൈവർമാരും കണ്ടക്ടർമാരും കിളികളും, എല്ലാത്തിനെയും വായി നോക്കി ഞങ്ങൾ പോയിക്കോളാം. കുറേ നാളായി ബസ്സിൽ കയറിയിട്ട്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ ചുള്ളൻ ചേട്ടന്മാരെ നോക്കിയിട്ടുള്ളതാ. ഇപ്പോഴാ വീണ്ടും അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ തോന്നുന്നത്, അല്ലേ എന്ന് പറഞ്ഞ് ബാനു തിരിഞ്ഞ് ശ്രീകുട്ടിയെ നോക്കി പതിയെ കണ്ണു ചിമ്മി കാണിച്ചതും അതെ, അവൾ പറഞ്ഞു. പിന്നെ നേരെ തിരിഞ്ഞത് സാരംഗിയുടെയും ശ്രാവണിയുടെയും മുഖത്തേക്കായിരുന്നു. അത് ശരിയാ നീ പറഞ്ഞത് എന്ന് അവർ കൂടി പറഞ്ഞതും ചെക്കന്മാരെല്ലാവരും അവരെ നോക്കി പല്ല് കടിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് നല്ലതാണോ ചേച്ചി ബസ്സിലെ ചേട്ടന്മാരെല്ലാം? അപ്പോഴാണ് ശരണ്യയുടെ ചോദ്യം അവിടെ വന്നത്. അയ്യോ, എന്തിനാണാവോ? നിനക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കാനാണോ? ശങ്കർ ചോദിച്ചതും അയ്യേ അതിനല്ല, ഞാനിതുവരെ ബസ്സിൽ കയറിയിട്ടില്ല, എപ്പോഴും കാറിലല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ ബസ്സിൽ വരട്ടെ, ശരണ്യ ആവശ്യത്തോടെ ചോദിച്ചതും പോയി വണ്ടി കയറി എന്ന് വിശ്വം ഒച്ചയെടുത്തതും ശരണ്യ ഓടി വണ്ടിയിൽ കയറുന്നത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ദക്ഷ ചോദിച്ചതും എല്ലാവരുടെയും നോട്ടം അവളുടെ മുഖത്തേക്കായി. ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി കൂടിയാലോ? ഞാനും ദൈവം മാത്രമായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല. നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം, അവൾ പറഞ്ഞു. അവൾ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ദേവിന് മനസ്സിലായി. തൻ്റെ മനസ്സ് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ശ്രീദേവിന് മനസ്സിലായി. ദക്ഷ വിശ്വത്തിനെയും റോയിയെയും നോക്കി, ശങ്കറിനെയും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, നമുക്കെല്ലാവർക്കും കൂടി ദക്ഷക്കുട്ടിയുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാം, എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം, വിശ്വവും പറഞ്ഞു. എന്താ ശ്രീദേവ്, നീ ഓക്കെ അല്ലേ? വിശ്വം ചോദിച്ചതും
ശ്രീദേവ് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി. നിറഞ്ഞ പുഞ്ചിരിയായിട്ട് നിൽക്കുന്ന അവളെ കണ്ടതും എന്നാ അത് മതി, നമുക്കെല്ലാവർക്കും കൂടി പോവാം. എവിടേക്കാണ് പോകേണ്ടത് അതാദ്യം പറയും. ഇപ്പോൾ ശ്രീദേവ് കൂടി ഉള്ളത് കൊണ്ട് വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലം തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും, റോയ് പറഞ്ഞു. എടാ, ഇവിടെ തൃശ്ശൂർ വാടാനപ്പള്ളിയിലുള്ള ഒരു ബീച്ച് റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആവുമ്പോൾ ശ്രീദേവിനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, വിശ്വം പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോവാം, എല്ലാവരും പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, ശ്രീദേവും ദക്ഷയും കൂടി ഒരുമിച്ച് ആ കാറിൽ വന്നാൽ മതി, ഞങ്ങൾ പിന്നാലെ വന്നോളാം, വിശ്വം പറഞ്ഞു. ശ്രീദേവ് ദക്ഷയെ നോക്കിയതും അവൾ വന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ശ്രീദേവ്, ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം, നീ അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം കാറെടുത്തു. ശ്രീദേവും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ദക്ഷയെ നോക്കി. താങ്ക് യു, അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. എന്തിന്, അവൾ ചോദിച്ചു. എൻ്റെ മനസ്സ് ഒട്ടും ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അതും ഞാൻ തനിക്ക് ഇന്ന് പ്രോമിസ് ചെയ്തതല്ലേ, ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ദിവസം. പക്ഷേ അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വന്നതും ദക്ഷ ഗിയറിലിരിക്കുന്ന അവൻ്റെ കൈക്ക് മേൽ അവളുടെ കൈ വെച്ചു. എനിക്ക് മനസ്സിലാവും ദേവ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഫാമിലി പ്രോബ്ലംസ്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നേരിടും. അച്ഛൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കെല്ലാവർക്കും കൂടി കണ്ടുപിടിക്കാന്നേ. ഒന്നുമില്ലെങ്കിലും ആ കാറിൽ പോയ ഏറ്റവും നല്ല കൂട്ടുകാരെ കിട്ടിയില്ലേ ദേവിൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർ, അതുപോരെ ദേവിന്, അവൾ ചോദിച്ചതും. പോരാ, എനിക്കത് മാത്രം പോരാ ദക്ഷ. എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആ കൂട്ടുകാരേക്കാൾ കൂടുതൽ ഞാൻ പറയാതെ എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിന്നെയും കൂടി എനിക്ക് വേണം, ദേവ് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾക്കടുത്തേക്ക് അവൻ ചേർന്നിരുന്നു കൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. അതേ, അങ്ങോട്ട് വാങ്ങി വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇങ്ങോട്ട് തരുന്നില്ല എനിക്ക്, ശ്രീദേവ് പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിക്കുക മാത്രം ചെയ്യാതെ അങ്ങോട്ട് വാങ്ങുന്നതൊക്കെ ഇങ്ങോട്ട് താടി പെണ്ണേ, അല്ലെങ്കിൽ പലിശയും കൂട്ടുപലിശയൊക്കെ ആയി കൂടിപ്പോകുമേ, ശ്രീദേവ് പറഞ്ഞതും. കുഴപ്പമില്ല, എത്ര കൂടിയാലും ഞാൻ തന്നോളാം കേട്ടോ, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ തുടക്കം, ശ്രീദേവ് പറഞ്ഞു. അത് ഞാൻ ആലോചിക്കാം കേട്ടോ, ഇപ്പോൾ മോൻ വണ്ടി എടുക്ക്, ദക്ഷ പറഞ്ഞതും ശ്രീദേവ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വണ്ടിയെടുത്തു. ബീച്ച് റിസോർട്ടിലേക്കുള്ള യാത്രയിൽ ശ്രീദേവും ദക്ഷയും സംസാരിച്ചു. ശ്രീദേവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങൾ ശ്രീദേവ് ദക്ഷയുമായിട്ട് പങ്കുവച്ചു. അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു ദക്ഷ. സഞ്ജീവിൻ്റെ റിസോർട്ടിൽ നിന്ന് ചെന്ന കനിക അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഫയലും ഫോണുമെല്ലാം റൂമിൽ വലിച്ചെറിഞ്ഞു. അവൾ ബെഡിലേക്ക് കിടന്നു. അവൾക്ക് വല്ലാത്ത സങ്കടവും നിരാശയും എല്ലാം തോന്നി. ആ ടെൻഡറിൽ നിന്നും സ്വയം പിന്മാറാനാണ് സഞ്ജീവ് പറയുന്നത്. ഒരു കണക്കിന് സഞ്ജീവ് പറഞ്ഞ് ശരിയാണ്. SS ഗ്രൂപ്പോ SRD ഗ്രൂപ്പോ പ്രഭാകർ ഗ്രൂപ്പോ പിന്മാറിയത് കൊണ്ട് മാത്രം അത് തങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതിന് വീണ്ടും ഒരുപാട് പേർ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതിൽ നിന്നും തോൽവി സംഭവിക്കാതെ സ്വയം പിന്മാറുന്നതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി. അപ്പോഴാണ് അവളുടെ റൂമിലേക്ക് അശോക് സിംഹയും നാഗേന്ദ്ര സിംഹയും അവളുടെ അമ്മയും കൂടി വരുന്നത്. എന്തുപറ്റി മോളെ, എന്താ നിനക്ക് വയ്യേ, അവളുടെ അമ്മ ചോദിച്ചു. അവരെ കണ്ടതും അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്തുപറ്റി മോളെ, പോയ കാര്യം നടന്നില്ലേ, അശോക് സിംഹ ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അയാളെ നോക്കി. ഇത്രയും തകർച്ചയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ട് വേണമായിരുന്നോ അതെനിക്ക് കൈമാറാൻ? ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നില്ലേ? ഇതിപ്പോൾ ഞാൻ കിടന്ന് മുങ്ങി താഴാൻ പോവാണ്, കൈകാലിട്ടടിച്ച് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആരുടെയൊക്കെ മുന്നിലാണ് ഞാൻ ചെന്ന് താഴേണ്ടത്? നശിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ അച്ഛനും മകനും കൂടി ചേർന്ന്, അവൾ ദേഷ്യപ്പെട്ടു. എന്താ മോളെ, എന്താ ഉണ്ടായതെന്നോ? സഞ്ജീവും
ആ ടെൻഡറിൽ നിന്ന് നമ്മളോട് പിന്മാറാനാണ് പറയുന്നത്. സഞ്ജീവ് അത് വിട്ടു തന്നാലും നമുക്കത് കിട്ടണമെന്നില്ല എന്ന്. ശരിയല്ലേ സഞ്ജീവ് പറഞ്ഞത്? എന്നിട്ട് ഇപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? എന്നോട് ഇപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത് എന്ത് ചെയ്യുമെന്ന്. ആദ്യമേ അച്ഛന് ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് ഇതേ ചോദ്യം ചോദിക്കാറുന്നില്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന്? അന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ ഇനി ഇനി ഞാൻ ആരോടാ ചെന്ന് സംസാരിക്കേണ്ടത്? അച്ഛൻ തന്നെ പറഞ്ഞതാ എനിക്ക്. അവൾ പറഞ്ഞതും അയാൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു. എന്ത് പറഞ്ഞാലും അച്ഛനും ഏട്ടനും ഇങ്ങനെ തല കുനിച്ചിരുന്നാൽ മതിയല്ലോ. ഞാനൊരു സാധാരണ പെണ്ണാണ്. ഞാൻ ഓരോരുത്തരുടെ മുന്നിൽ ചെന്ന് നിന്ന് എനിക്ക് വേണ്ടി സഹായം ചോദിക്കുമ്പോൾ അവരെന്നെ നോക്കുന്ന നോട്ടമുണ്ട്. എന്നിൽ നിന്നും എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എന്നെ സഹായിക്കാൻ, ആരോടും ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു, ശ്രീദേവ്. അച്ഛനും മോനും കൂടി അവനെയും വെറുപ്പിച്ചില്ലേ? അല്ലെങ്കിൽ എനിക്ക് ശ്രീദേവിനോട് സഹായം ചോദിക്കായിരുന്നു. അവൻ ഉറപ്പായിട്ടും സഹായിക്കുമായിരുന്നു. ഇനി എന്നെ അതിന് കിട്ടില്ല. അവൻ്റെ മുന്നിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? അത് ചോദ്യം ചെയ്യാനായിട്ട് അച്ഛനും ഏട്ടനും ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത്, കേട്ടല്ലോ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെച്ചോ? അവളുടെ അമ്മ ചോദിച്ചതും അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും, എന്ത് ചോദിച്ചാലും മോള് പറഞ്ഞതുപോലെ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. നിങ്ങൾ ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? മര്യാദയ്ക്ക് ചന്ദ്രമൗലി ഗ്രൂപ്പ് ഏട്ടനോ അല്ലെങ്കിൽ ശ്രീദേവോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് സഹോദരന്മാരോ ഏറ്റെടുത്ത് നടത്തിയേനെ. പക്ഷേ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് നിങ്ങളാണ്. എന്നിട്ട് അത് നേരാവണ്ണം നോക്കി നടത്താൻ പറ്റുമോ? നശിപ്പിച്ച് കളഞ്ഞില്ലേ രണ്ടുപേരും കൂടി? നിങ്ങളെ തോന്നിവാസമൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതരുത്. മിണ്ടാതിരിക്കുന്നതാണ് ഞാൻ, അവൾക്ക് വേണ്ടി മാത്രം. അവരും അത്രയും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇപ്പോൾ നമ്മുടെ സ്റ്റോറികൾ കറക്റ്റ് ഒരു ടൈമിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് എനിക്കതിന് സാധിക്കുന്നുണ്ട്. ഈ ടൈമെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.